പൂരനഗരി ഇനി ആവേശത്തിമിർപ്പിലേക്കാകാൻ പോവുകയാണ്. കൊടിയേറുകയാണ് തൃശ്ശൂർ പൂരത്തിന്. ഇനിയുള്ള നാളുകൾ പൂരാവേശത്തിൽ അമരും തൃശ്ശൂർ നഗരി. തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ കൊടിയേറ്റ് നടക്കും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത്. സൂരജ്, ഇനി ഇതിനു ശേഷമുള്ള മറ്റ് ദിവസങ്ങളിൽ വരാൻ പോകുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെ. അനുജ, സാമ്പിൾ ഈ 4-ാം തീയതിയാണ് നടക്കുന്നത്. സാമ്പിൾ 4-ാം തീയതിയാണ്. അതോടുകൂടി തന്നെ, അതായത് തൃശ്ശൂർക്കാർ കാത്തിരിക്കുന്നത് ഈ സാമ്പിൾ അടക്കമുള്ള വെടിക്കെട്ടുകളാണ്. കാരണം ഈ വെടിക്കെട്ടിനൊക്കെ ഇത്തവണ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ദൂരപരിധി സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇത്തവണ സ്വരാജ് റൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ പൂരം വെടിക്കെട്ടടക്കം കാണാൻ കഴിയുന്ന ഒരു സൗകര്യത്തിൽ അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഈ പൂരപ്രേമികളെല്ലാം തന്നെ ഈ പൂരത്തെ വരവേൽക്കുന്നത്. അതോടൊപ്പം തന്നെ പൂരത്തിന്റെ മുഖ്യ ആകർഷണമായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇക്കുറി പൂരത്തിന് എത്തിയേക്കില്ല എന്നുള്ളതായിരുന്നു ആദ്യം തെച്ചിക്കോട്ടുകാവ് ദേവസ്വമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ രാമൻകൂടി ഇപ്പോൾ ചൂരക്കാട്ട് കര ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ടുവരും എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് ഒടുവിൽ ലഭിച്ച വാർത്ത. രാമൻ കൂടി എത്തുന്ന സമയത്ത് ഈ ആവേശം ഇരട്ടിക്കുന്നു എന്നുള്ളതാണ് പൂരപ്രേമികൾ പറയുന്നത്. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ചെമ്പൂക്കാവ് ശ്രീ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഇക്കുറി തിടമ്പേറ്റുന്നത്. അങ്ങനെ രാമൻ കൂടി എത്തിയതോടുകൂടി എല്ലാ അർത്ഥത്തിലും പൂരം അതിൻ്റെ ഒരു ആവേശത്തിലേക്ക്, അതിൻ്റെ ഒരു തലത്തിലേക്ക് ഉയരുന്നു. അതിന് തുടക്കം കുറിക്കുന്ന, നാന്ദി കുറിക്കുന്ന നിമിഷമാണ് ഈ കൊടിയേറ്റ് എന്ന് പറയുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടി ഉയരേണ്ടത്. അതിൽ രാവിലെ കാർത്തിയായനി ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ചില ഘടകക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ ഈ കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. ഈ ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ പങ്കാളിത്തം വഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും. അതിൽ തിരുവമ്പാടിയിലെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടിയിലെ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ പാറമേക്കാവിലും കൊടി ഉയരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രി കെ രാജനുണ്ട്, അതോടൊപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ ആവേശത്തോടു കൂടി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കൊടിക്കൂറ കൈമാറുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കൊടിക്കൂറ കൈമാറി ദേശക്കാർക്ക് മേൽശാന്തി ആ കൊടിക്കൂറ കൈമാറിയിരിക്കുന്നു. അതിനുശേഷം ഈ കൊടിമരത്തിൽ ഈ ദേശക്കാർ ചേർന്ന ഈ കൊടിക്കൂറ ഉയർത്തുന്നതോടുകൂടിയാണ് ഈ പൂരം പൂരം കൊടിയേറുന്നത്. ഈ ഘടകക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ചടങ്ങുകൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കൊടി ഉയരും. മേൽശാന്തി ഇപ്പോൾ ഇത് കൈമാറുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നിമിഷങ്ങളുടെ ഇടവേള, നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളൂ. നമുക്കൊപ്പം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രി കെ രാജൻ അതാ പോകുന്നു. ദേശക്കാർ ഇപ്പോൾ ഈ കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ദേശക്കാർ ചേർന്നുകൊണ്ട് ഈ കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നു. ഇതാ ഒരു ഉത്സവകാലത്തിന് കൂടി അങ്ങനെ തൃശ്ശൂർ കടന്നിരിക്കുന്നു. ഒരു ഉത്സവകാലത്തേക്ക് കൂടി തൃശ്ശൂർ കടന്നിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടി ദേശക്കാർ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ഈ കൊടിക്കൂറ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇത് കൊടിമരത്തിൽ കെട്ടി ഉയർത്തേണ്ട താമസം മാത്രമാണ് തിരുവമ്പാടിയെ സംബന്ധിച്ചുള്ളത്. തിരുവമ്പാടി അതിൻ്റെ ആവേശത്തിലേക്ക്, പൂരത്തിൻ്റെ വലിയ ആവേശത്തിലേക്ക് തിരുവമ്പാടിയും കടന്നിരിക്കുന്നു. മന്ത്രിമാരുണ്ട്, അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെ ദേവസ്വം ഭാരവാഹികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക പ്രവർത്തകർ. തൃശ്ശൂരിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഈ കൊടിയേറ്റിലും അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിന് തൊട്ടു പിന്നാലെ, അതായത് തിരുവമ്പാടിയിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ചടങ്ങുകൾ നടക്കേണ്ടത് പാറമേക്കാവിലാണ്. പാറമേക്കാവിലും വലിയ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പാറമേക്കാവിലും അല്പസമയത്തിനകം ദൃശ്യങ്ങളിൽ കാണാം, കൊടിയേറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടി കൊടിമരം ഉയർത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ പൂരം ആവേശം എത്രത്തോളം എന്ന അലതല്ലുന്ന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ അർത്ഥത്തിലും തൃശ്ശൂരുകാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പൂരക്കാലത്തിന് കൂടി അങ്ങനെ മറ്റൊരു പൂരക്കാലത്തിന് തുടക്കമാവുകയാണ്. തൃശ്ശൂർ പൂരാവേശ ലഹരിയിലാണ്. തൃശ്ശൂർ പൂര ആഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം കൊടി ഉയരുകയാണ്. കൊടിക്കൂറ കൈമാറിയിട്ടുണ്ട് മേൽശാന്തിമാർക്ക്. ഇനി കൊടി ഉയർത്താനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മെയ് 6-നാണ് തൃശ്ശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഘടകം, അത് സാമ്പിൾ വെടിക്കെട്ടാണ്. അത് മെയ് 4-നാണ് നടക്കാനിരിക്കുന്നത്. പൂരം മെയ് 6-ന്. ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അതെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു പൂരക്കാലത്തിന് കൂടി കൊടി ഉയരുകയാണ്.